ಮುತ್ತಗೆ ಸಂತ ದುರ್ಪೂಜ ಭಗವತಿ ದುರ್ಗಾಂಬಿಗೆ ಕುಂಡಮಾರುತಿ ಪೂಜಿತ ಜೈ ಮಕ್ಕಳೇ ಕರಾದ ವದನಂ ಘೋರ ಮುತ್ತಗೆ ಸಂತ ದುರ್ಪೂಜ ಭಗವತಿ ದುರ್ಗಾಂಬಿಗೆ ಕುಂಡಮಾರುತಿ ಪೂಜಿತ ಜೈ ಮಕ್ಕಳೇ ಕರಾದ ವದನಂ ಘೋರ ಮುತ್ತಗೆ ಸಂತ ದುರ್ಪೂಜ ಭಗವತಿ ದುರ್ಗಾಂಬಿಗೆ ಕುಂಡಮಾರುತಿ ಪೂಜಿತ ಜೈ ಮಕ್ಕಳೇ അളിയാ ഞാൻ വന്നളിയാ. രഘു, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിൽ ഒരു കാരണമുണ്ട്. അനുഷയുടെ ആത്മാവ് ഈ ശരീരത്തെ കയറിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ മഹാകാളി തന്നെ കണ്ടിട്ടുണ്ട്. ആ ശരീരത്തോടെ ചേർത്ത് ആ ആത്മാവിനെയും ബലി കൊടുത്ത വിചാരിക്കുന്ന എല്ലാം കിട്ടും നമുക്ക്. രഘു, ഒരു വകയിൽ നീ മരിച്ചത് നന്നായിരുന്നു. കാരണം മനുഷ്യശക്തി വെച്ച് ഒരു ആത്മാവിനെ നേരിടാൻ പറ്റില്ല. ഇപ്പൊ നിന്റെ സഹായത്തോടെ രണ്ടാത്മാവിനെയും ഒരേ സമയത്ത് ബലി കൊടുക്കാൻ പോകും. ഞാൻ പറയുന്നവർക്ക് നീ ആ കളത്തിൽ പോയിരിക്കേ. ദേവി, നിങ്ങൾ വേണം എന്നെ ഇപ്പൊ സഹായിക്കും. രഘുവിന്റെ ആത്മാവ് ദിയയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നു. ഇതെല്ലാം ഒരു കാരണം കൊണ്ടാണ് നടക്കുന്നത്. അതിനെന്താ കാരണം രവി? അഷ്ടപേതാല സാധന. ഒരേ സമയത്ത് രണ്ടാത്മാവിനെ ബലിയർപ്പിക്കുന്നത്. നല്ല ആത്മാവിനെയും ചീത്താത്മാവിനെയും ഒരേ സമയത്ത് ബലി കൊടുത്ത അവർക്ക് പല മടങ്ങ് ശക്തിയായിരിക്കും ലഭിക്കുന്നത്. അതിനവൻ അനുഷയുടെ ആത്മാവ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് രഘുവിനെ വെച്ച് ദിയൻ എടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ പുറപ്പെട്ടു പോണം. വരൂ, പോവാം. അളിയാ, അളിയാ, അനുഷ വന്നിരിക്കുന്നു. രഘു, ആ ശരീരത്തെ വിട്ട് നീ പുറത്തു വാ. അനുഷ, ആ ശരീരത്തിലേക്ക് പോ. ഇല്ല, ഞാൻ പോകത്തില്ല. പറയുന്നത് കേൾക്കാ, ശരീരത്തിൽ പോവാൻ പോന്ന് പറയുന്നില്ലേ? നീ ചെയ്യുന്നത് തെറ്റാണ്. അതിന്റെ ഫലം നീ അനുഭവിക്കുന്നത്. എനിക്ക് പ്രസംഗം വേണ്ട. ആത്മാവായിട്ട് എന്നോട് പ്രസംഗിക്കുന്നു. ആ ശരീരത്തിൽ പോവാൻ. ബാബാ, ആ പെണ്ണിനെ വിട്ടേക്ക്. നിനക്ക് ആവശ്യമില്ലേ? ബലിപീഠത്തിലേക്ക് അടുത്തേക്കോ.
ശരീരത്തിൽ രണ്ടാത്മാവ്, രഘു, അനുഷ്യ. അതുകൊണ്ട് ദിയയ്ക്ക് താൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ബാബ, അവസാനമായി ഞാൻ നിന്നോട് താക്കീത് ചെയ്യുന്നു. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്റെ ശക്തി പല മടങ്ങാവുന്ന നിന്നെ കൊണ്ട് തടയാനാവില്ല. രഘു, അനുഷ്യ, ദിയ രണ്ടുപേരും ചിത്രവധ ചെയ്യും. ഞാനിവിടെ ഉള്ളപ്പോ നീ അളിയന്റെ മേത്ത് കൈവെക്കൂല്ലേ? ഇനി നോക്ക്, നീയാണ് ഞാൻ എന്താ കഷ്ടപ്പെടുത്താൻ പോകുന്നത്. ദിയ പ്ലീസ്, ദിയ അങ്ങനെ ഒന്നും ചെയ്യല്ല ദിയ. രവി പ്ലീസ്, രവി അവളെ രക്ഷിക്കൂ രവി. ആകാശ്, എനിക്ക് ഒരുപാട് വേദനിക്കുന്നു ആകാശ്, ഒരുപാട് വേദനിക്കുന്നു ആകാശ്. ആകാശ്, നീ എങ്ങനെയെങ്കിലും ദിയയുടെ ആത്മാവ് നിന്റെ അടുത്ത് കൊണ്ടുപോവാ. ഞാൻ രഘുവിന്റെ ആത്മാവ് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാം. പ്ലീസ് ദിയ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ദിയ. ദയവായി ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്ക്. ഇനി അനുഷയിൽ നിന്ന് ആ ബാബയെ ആരെ കൊണ്ട് രക്ഷിക്കാനാവില്ല. വേണ്ട വേണ്ട, ഇതൊന്നും ചെയ്യില്ലേ. അക്രമം കൊണ്ട് നശിച്ച അവസാനത്തെ പെണ്ണ് ഞാനായിരിക്കണം. ഇനി ഒരു പെണ്ണിന് ഈ ഗതി വരരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല.